ഹായ് സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിജയ് നായകനാകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ജനനായകൻ. ഈ വരുന്ന ജനുവരി 9 വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. കേരളത്തിൽ രാവിലെ 6 മണിക്കാണ് ഷോ തുടങ്ങുന്നത്. ഏതായാലും ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. സിനിമ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയെ തന്നെയാണ്. വിജയുടെ ലാസ്റ്റ് സിനിമയായിരിക്കും ഇത്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പൊളിറ്റിക്സും അതുപോലെ തന്നെ ക്രൈം ത്രില്ലർ ഒരു ആക്ഷൻ ചിത്രമായിട്ടാണ് ജനനായകൻ തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. ഇന്നലെ ഈ സിനിമയുടെ ഒരു ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. ട്രെയിലർ ഞാൻ കണ്ടില്ല, കാരണം ഇന്നലെ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് ട്രെയിലർ കാണാനായിട്ട് പറ്റിയില്ല. സിനിമയിൽ പൂജ ഹെഗ്ഡെയാണ് നായികയായിട്ട് എത്തുന്നത്. ബോബി ഡിയോൾ ഇതിനകത്ത് വില്ലനായിട്ട് എത്തുന്നുണ്ട്. പിന്നെ ഒരു വലിയൊരു താരനിര തന്നെ സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട്. ഗൗതം വാസുദേവൻ മേനോൻ, പ്രകാശ് രാജ്, നരേൻ, പ്രിയാമണി, മമിത ബൈജു, അങ്ങനെ ഒരു വലിയ താരനിര സിനിമയ്ക്കകത്ത് എത്തുന്നുണ്ട്. ദളപതി 69 എന്നായിരുന്നു ഈ സിനിമയ്ക്ക് ആദ്യമേ ഒരു പേരിട്ടിരുന്നത്. ആ ഒരു പേരിട്ടുകൊണ്ട് അവസാനത്തെ ചിത്രം എന്നുള്ള ആ ഒരു ടാഗ് ലൈനിലാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു ഷൂട്ടൊക്കെ സിനിമയുടെ നടന്നിരുന്നത്. പിന്നീടാണ് ജനനായകൻ എന്ന് പേര് സിനിമയ്ക്ക് ഇട്ടിരിക്കുന്നത്. എന്നാലും വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാകും ഈ സിനിമ എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. അപ്പം നമുക്ക് ജനനായകന്റെ ട്രെയിലർ എങ്ങനെ ഉണ്ടോ നോക്കിയാലോ. ദളപതി KVN പ്രൊഡക്ഷൻസിന്റെ ആദ്യത്തെ സിനിമയാണ്. ദളപതി വിജയ് സെയിം സാധനം. செய்யற சம்பவம்லாம் சூப்பரா இருக்கும்னு சொல்லுவாங்க. அனிருத் பொண்ணுங்களுக்கு பயம் இருக்க கூடாது சார். விஜய புலி மாதிரி வளரும். மமிதா கமான் இந்த வருஷமாவது அப்ளிகேஷன்ல ஒழுங்கா கையெழுத்து போடுங்க. என் பொண்ணை தொட சொன்னவன் யாரு? വന്ന ബോബി. இன்னிலிருந்து 30வது நாள் இந்தியா என் காலடியில வந்து விழும். என்ன பிளான்? OM സുനിൽ, നരേൻ. அழிவு. Unbelievable. எனக்கு நார்மலாம் வேண்டாம். பாரு என் கை எப்படி நடக்குதுன்னு. விஜயோட பயத்துக்கு பின்னாடி ஏதோ பெருசா ஒண்ணு இருக்கு. அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கும். மக்களுக்கு நல்லது பண்ற இதுக்குள்ள வராது. உன்னை காப்பாத்திக்கிட்டு ஓடி போயிட. മോനെ ഇതെന്താ ഇത്? மொத்த ஐயோக்கியனுங்களும் ஒண்ணா நிக்கிறாங்க. அவங்க ஜெயிக்க கூடாது. உன்னால ஒன்றும் பண்ண முடியாது. விலகி போ. மக்கள் அவனை கொண்டாடிக்கிட்டு இருக்காங்க. இப்ப கொன்ன கடவுளாயிடுவான். அவனை உயிர் தெழ முடியாத சிலுவையில அறையணும். உன்னை காலி பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி, திரும்பி போற ஐடியாவே இல்ல. I am மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்கடா. அரசியலுக்கு வரீங்க. ജനനായകൻ I am coming. ജനുവരി 9. ഏതായാലും ട്രെയിലർ കണ്ടു. ട്രെയിലർ കാണുമ്പോൾ നമ്മൾ സാധാരണ വിജയുടെ സിനിമകൾ നമ്മൾ കാണാറുണ്ടല്ലോ. ഒന്നില്ലെങ്കിൽ അണ്ണം പാസം, ഇല്ലെങ്കിൽ അപ്പാ പാസം. ഈ ഒരു സാധനം ഇത് ട്രെയിലർ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ട്രെയിലർ കട്ടിങ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, സിനിമാറ്റോഗ്രാഫി ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. കാരണം പക്ക ക്വാളിറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. KVM അവരുടെ ആദ്യത്തെ പ്രൊഡക്ഷനാണെന്ന് തോന്നുന്നു സിനിമ. വിജയുടെ അവസാനത്തെ ചിത്രവും രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടുള്ള ഈ ഒരു സിനിമ അത് വിജയുടെ രാഷ്ട്രീയത്തെ വരച്ച് കാണിക്കുന്ന ഒരു സിനിമ കൂടി ആയിരിക്കും എന്ന് തോന്നുന്നു. എന്താണെങ്കിലും ജനുവരി 9 സിനിമ തിയേറ്ററിൽ എത്തുന്നുണ്ട്. സിനിമ കണ്ടിട്ട് നമുക്ക് സിനിമയെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാം. പാസം ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ബോബി ഡിയോളിൻ്റെ കിടിലൻ
പെർഫോമൻസും നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കും. വില്ലനായിട്ടാണ് ബോബി ഡിയോൾ എത്തുന്നത്. കാത്തിരിക്കാമല്ലേ. അപ്പോൾ ജനനായകൻ എങ്ങനെയുണ്ട്? ഇതൊരു പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ ചിത്രമാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വിജയുടെ പൊളിറ്റിക്സ് ഈ സിനിമയെ എങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കും, സിനിമയെ ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ജനനായകൻ വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ സിനിമ കണ്ടിട്ട് നമുക്ക് സിനിമയെക്കുറിച്ച് പറയാം. ട്രെയിലർ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക. ആ ഒരു സ്റ്റൈലും ആ തല ഒടിക്കുന്നതും ഒക്കെ എല്ലാ സിനിമയ്ക്കകത്തും തല പുള്ളിക്ക് ഒടിച്ചില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഇതിനകത്തും കൃത്യമായിട്ട് തല ഒടിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് സിനിമ കണ്ടതിന് ശേഷം